യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് ആത്മീയമായ ദൈവരാജ്യത്തിൽ നമുക്ക് ലഭിക്കുന്നതായ അനുഗ്രഹം, പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നതായ അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, ഇവിടെ നമ്മൾ കർത്താവിനെ അനുഗമിച്ചാൽ, ഇവിടെ കർത്താവിനെ സേവിച്ചാൽ, ഇവിടെ ആത്മീയമായ ദൈവരാജ്യത്തിലായിരുന്നാൽ ഇവിടെ പ്രതിഫലമില്ല, നമുക്കെല്ലാം പ്രതിഫലം അവിടെ ചെന്ന, സ്വർഗത്തിൽ ചെന്ന. അങ്ങനെയല്ല, ഇവിടെ തന്നെ നമ്മൾ പ്രതിഫലം പ്രാപിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ സ്വർഗത്തിലും പ്രതിഫലം ഉണ്ട് എന്നുള്ള വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും നമ്മൾ ചിന്തിച്ചത് ഈ ഭൂമിയിൽ നമ്മൾ വാങ്ങുവാൻ പോകുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ആ ഒരു ചിന്തകളൊക്കെ അല്ലെങ്കിൽ വചനഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആ സന്ദേശങ്ങൾ കേൾക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വലിയ അനുഗ്രഹമായി തീരും. ഈ സന്ദേശങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മൾ അനേക ആത്മീക സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതായ സന്ദേശങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. നിങ്ങൾക്കറിയാമല്ലോ, ഏതാണ്ട് 700-ലധികം ദിവസങ്ങളിലുള്ള സന്ദേശങ്ങളാണ് നമ്മൾ ഇതുവരെ പ്രക്ഷേപണം ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സ്വർഗത്തിൽ നമുക്കുള്ള അനുഗ്രഹം എന്താണ് എന്നുള്ളതാണ്. എന്നാൽ അതിലേക്കുള്ള ഒരു വാതായനം എന്ന പോലെ നമ്മൾ മത്തായി സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള വേദഭാഗമാണ്. ധാരാളം സന്ദേശങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് കേട്ട് കാണുമല്ലോ. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നും മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിക്ഷേപങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഈ ഭൂമിയിൽ നമ്മൾ ധാരാളമായ നിക്ഷേപങ്ങൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ചില ആളുകൾക്ക് നിക്ഷേപങ്ങൾ നിക്ഷേപിക്കാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് ഈ ഭൂമിയിൽ ധാരാളം ചെലവുകളുണ്ട്. നിക്ഷേപമായി അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ചില ആളുകൾ അവരുടെ മക്കളെ ഒരു നിക്ഷേപമായി കാണും. അതായത്, ഇന്ന് മക്കൾക്ക് വേണ്ടി അവർ അവരുടെ സമയവും അധ്വാനവും എല്ലാം ചെലവഴിക്കുമ്പോൾ തങ്ങളുടെ ഭാവിയിൽ അല്ലെങ്കിൽ തങ്ങൾ നിസ്സഹായരാകുന്ന സമയത്ത് തങ്ങളുടെ മക്കൾ തങ്ങളെ സഹായിക്കുമെന്ന് ഒരു നിക്ഷേപമായി കണ്ടുകൊണ്ട് അവരിൽ പ്രതീക്ഷ വയ്ക്കാറുണ്ട്. അതേപോലെ അവരുടെ വീട്, സ്ഥലം അതൊരു നിക്ഷേപമായി അവർ കാണാറുണ്ട്. അവരുടെ വാഹനങ്ങളെ ഒരു നിക്ഷേപമായി അവർ കാണാറുണ്ട്. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഇവിടെ യേശു പറയുന്നു. ഒരു യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും ആ യാഥാർത്ഥ്യം അറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾ ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. കാരണം ചിന്തിക്കുമ്പോൾ നമുക്ക് നിരാശ തോന്നും എന്നുള്ളത് കൊണ്ട്. ഇപ്പോൾ നമ്മുടെ മക്കളെ നമ്മളൊരു നിക്ഷേപമായി കണ്ട് നമ്മൾ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, നമ്മുടെ സ്വത്ത്, വീട്, സ്ഥലം, ഇവയെ നമ്മളൊരു സമ്പത്തായി അല്ലെങ്കിൽ നിക്ഷേപമായി കണ്ടാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ ഭൂമിയുടെ വാല്യൂ എല്ലാം കുറയുമ്പോൾ നമ്മൾ വളരെയധികം നിസ്സഹായരായിട്ട് മാറും. നമ്മൾ വളരെ നിരാശരായിട്ട് മാറും. അങ്ങനെ ഈ ഭൂമിയിലുള്ള ഓരോരോ കാര്യങ്ങളും, ഒരു ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ മൂല്യം കുറഞ്ഞു പോകാം. കാരണം ഈ ഭൂമിയിലുള്ള സകലതും പെരിഷബിൾ ആണ്, നശിച്ചു പോകുന്നതാണ് എന്നുള്ള വസ്തുത ഇവിടെ കർത്താവ് യേശുക്രിസ്തു നമ്മളോട് ഊന്നി പറയുന്നു. ഇവിടെ പുഴുവും തുരുമ്പും കെടുക്കാതെയും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ഭൂമി എപ്പോഴും നാശോത്മകമാണ് എന്നുള്ള വസ്തുതയാണ്. നമ്മുടെ ശരീരം അങ്ങനെയല്ലേ? നമ്മുടെ ശരീരവും എപ്പോൾ വേണമെങ്കിലും ഡീക്കേ ആയിട്ട് മാറാം, നശിച്ചു പോകാം. അതിലുള്ളതായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷേ ദൈവം നമ്മുടെ ജീവനം നിലനിർത്തി, ദൈവം നമുക്ക് തരുന്ന ആയുസ്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ അയച്ചിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ ആ ഹിതം നമ്മളിൽ പൂർണ്ണമായിട്ട് മാത്രമേ നമ്മുടെ ദേഹം അഴിഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാം തന്നെ നശിച്ചു പോകുന്നതാണെന്ന് മനസ്സിലാക്കുന്നവരെ ആളുകൾ, നിങ്ങളുടെ നിക്ഷേപങ്ങൾ നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കുവാൻ കഴിയുന്നതായ ഒരു സ്ഥലം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. അവിടെ പുഴുവും തുരുമ്പും കെടുക്കാത്തതായ, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാത്തതായ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവേ. ഇത് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, നമ്മളുടെ അധ്വാനങ്ങൾ വെറുതെയായി പോകരുത്, നമ്മളുടെ ചിന്തകൾ വെറുതെയായി പോകരുത്. നമ്മൾ നമ്മുടെ നിക്ഷേപങ്ങളെ സ്വർഗത്തിൽ സ്വരൂപിക്കണം എന്നുള്ളത്.
ഞാൻ ഈ ഒരു വാക്യം ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സ്വർഗത്തിൽ കൊണ്ടുപോയി നമ്മുടെ ഗോൾഡ് കൊണ്ടുപോയി വയ്ക്കുന്നത്? എങ്ങനെയാണ് സ്വർഗത്തിൽ നമ്മുടെ ഭൂമി നമുക്ക് സ്വരൂപിക്കാൻ കഴിയുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ പിന്നീടാണ് എനിക്കിതിന്റെ ആത്മീയ അർത്ഥം മനസ്സിലായത്. ഇവിടെ ഈ അവസാന വാക്യം, അതായത് 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിക്ഷേപമുള്ളിടത്ത് ഹൃദയം ഇരിക്കും എന്ന് പറയുമ്പോൾ, നമ്മുടെ നിക്ഷേപങ്ങളെക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ ഫോക്കസ് ആണ്, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം ഒരു ബാങ്കിലാണെങ്കിൽ അത് നമുക്ക് നഷ്ടമായി തരും. നമ്മുടെ നിക്ഷേപം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മുടെ സമ്പത്തുകളിലും സ്വത്തുകളിലുമാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. പക്ഷേ നിങ്ങളുടെ നിക്ഷേപം, അതായത് നിങ്ങൾക്ക് വസ്തു ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് വീടുണ്ടെങ്കിലും, നിങ്ങൾക്ക് മക്കൾ ഉണ്ടെങ്കിലും, ഇതെല്ലാം തന്നെ ദൈവം എനിക്ക് തന്നതാണെന്നും, ഇതെല്ലാം ദൈവത്തിനായും അത് എൻ്റെ ഈ ഭൂമിയിലെ ഉദവിക്കായും ദൈവം തന്നതാണെന്നും മനസ്സിലാക്കി ദൈവത്തിൽ നമ്മൾ ഇതെല്ലാം ഏൽപ്പിച്ചാൽ, നമ്മുടെ സമ്പത്താകട്ടെ, നമ്മുടെ സ്വത്തുക്കളാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, ഇവയെല്ലാം നമ്മൾ ദൈവത്തിലേക്ക് ഏൽപ്പിച്ച് അതിൻ്റെ എല്ലാവിധമായ സെക്യൂരിറ്റിയും ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ മുഴുവനും സ്വർഗത്തിലായിരിക്കും എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ഫോക്കസ് ഈ ഭൂമിയിലാകരുത് എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകൾ ഈ ഭൂമിയിലെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിലേക്ക് ആയി പോകരുത് എന്നുള്ളതാണ്. മറിച്ച് നമ്മളുടെ ചിന്ത, നമ്മുടെ ഫോക്കസ് അത് എപ്പോഴും സ്വർഗത്തിലായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് എത്രത്തോളം സമ്പത്തുണ്ടെങ്കിലും ഇതെല്ലാം ആത്മീയമായും ദൈവീകമായും നമ്മൾ അതിനെ കണക്കാക്കിയാൽ നമ്മുടെ ഹൃദയം എപ്പോഴും സ്വർഗത്തിലേക്കും. നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ കർത്താവിനോടൊപ്പമുള്ള പ്ലാനിങ്ങിലേക്ക് ഒന്ന് പ്രവേശിച്ച്, അതെ, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം, എൻ്റെ മക്കളുടെ വിവാഹം, അതെ, എൻ്റെ വീട്, എൻ്റെ വീടിൻ്റെ പണികൾ, എൻ്റെ വാഹനം, അതിൻ്റെതായ നടത്തിപ്പുകൾ, ഇതെല്ലാം എനിക്ക് ദൈവമാ നൽകുന്നത്, ഇതെല്ലാം ഞാൻ ദൈവത്തിന് അർപ്പിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ചിന്ത എപ്പോഴും ദൈവത്തിലായിരിക്കും. നിങ്ങളുടെ ലോണുകൾ, EMIs, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കായിരിക്കുമല്ലോ നിങ്ങൾ EMI എടുക്കുന്നത് അല്ലെങ്കിൽ ലോൺ എടുക്കുന്നത്. അത് ദൈവത്താൽ നിങ്ങൾ ആലോചന ചോദിച്ച് ദൈവത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി എപ്പോഴും ദൈവത്തിലായിരിക്കും ആശ്രയിക്കുന്നത്. ഇങ്ങനെ ധാരാളമായിട്ടുള്ള ഈ ആത്മീക വിഷയങ്ങൾ നമ്മുടെ ഭൗതിക മണ്ഡലമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു, ഇവിടുത്തെ ആത്യന്തികമായ ഉദ്ദേശം നമ്മളുടെ ശ്രദ്ധ, നമ്മളുടെ ഹൃദയം ഇരിക്കേണ്ടത് സ്വർഗത്തിലാണ്. എന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചതായ സമ്പത്തിൽ നമ്മൾ ആശ്രയിച്ച് ഈ ഭൂമിയിൽ തന്നെ എല്ലാം സ്വരൂപിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതേസമയം ആത്മീയമായ വിഷയത്തിൽ നമ്മൾ അവയെ കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും സ്വർഗത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഫോക്കസ് ചെയ്യുവാൻ കഴിയത്തില്ല എന്നുള്ള വസ്തുതയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ചില വാക്യങ്ങൾ ഇത് സംബന്ധിച്ച് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദേവദാസനായ തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1 തിമോത്തിയുടെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ ആ വേദഭാഗം വായിക്കുന്നു. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നൊന്നുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു. ഇതിന്റെ ഇംഗ്ലീഷ് വാക്യം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് ഗ്രേറ്റ് ഗെയിൻ. അതായത് ദൈവഭക്തി സ്വയ സംതൃപ്തിയോടെ, സെൽഫ് സഫീഷ്യൻസിയോടുകൂടെ ആണെങ്കിൽ അത് വലിയൊരു നേട്ടമാണ് എന്നുള്ള ചിന്തയാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ അലംഭാവത്തോടു കൂടിയുള്ള ദൈവഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഉഴപ്പ് എന്നുള്ള ചിന്ത വരാറുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം സെൽഫ് സഫീഷ്യൻസി എന്നുള്ളതാണ്. അതായത് ഉള്ളതിൽ നമ്മൾ സംതൃപ്തപ്പെടുക എന്നുള്ളത്. ഉള്ളതിൽ നമ്മൾ സംതൃപ്തപ്പെടുമ്പോൾ നമ്മുടെ ദൈവഭക്തി അത് നമുക്കൊരു നേട്ടമായി മാറും. അതായത് ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക എന്നുള്ളതായ ഒരു ഭാവം, ഒരു സെൽഫ് സഫീഷ്യൻസിയുടെ ഒരു ഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കുവാൻ നമ്മെ ഇടയാക്കി തീർക്കും. ഇനി അഥവാ നമുക്കതില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എത്രത്തോളം അപകടമായിരിക്കും അത്. നമ്മൾ വല്ലാതെ യാചിക്കുകയും വല്ലാതെ ആഗ്രഹിക്കുകയും
നമുക്ക് ആവശ്യമില്ലാത്തതായ കാര്യങ്ങളെ ആവശ്യമുള്ളതായി കണ്ടുകൊണ്ട് നമ്മൾ ദൈവസ്ഥലായിരിക്കുമ്പോൾ ദൈവത്തോട് തന്നെ നമുക്ക് അതൃപ്തി തോന്നുന്നതായ അനുഭവം. നോക്കുക, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോഡ്ലിനെസ് ആണ്, ദൈവഭക്തിയാണ്. ദൈവഭക്തിയിൽ തന്നെ നമുക്കുള്ളതിൽ നമുക്ക് സംതൃപ്തപ്പെടുവാൻ കഴിയുന്നതായ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫോക്കസ്, നമ്മളുടെ ശ്രദ്ധ നമുക്ക് സ്വർഗത്തിൽ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. ഇതേ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്നുണ്ട്, 4-ാം അധ്യായം 11 മുതൽ 13 വരെ, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. ഇതിന്റെ അർത്ഥം എന്താ? പൗലോസ് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതായത് ഉള്ള അവസ്ഥയിൽ സംതൃപ്തി ഇല്ലാതെ ഇരിക്കുന്നതായ അനുഭവം. എത്ര കിട്ടിയാലും പോരാ. ഞാനൊരു പുസ്തകത്തിൽ വായിച്ച കാര്യമാണ്. ഒരു സർവേ അമേരിക്കയിൽ എടുക്കാനിടയായി തീർന്നു. അതിൽ ആളുകളോട് ചോദിച്ചു, ഇപ്പോൾ നിലവിലുള്ള ശമ്പളത്തിൽ നിങ്ങൾ തൃപ്തരാണോ? തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ശമ്പളത്തെക്കാളും എത്ര ശമ്പളം കിട്ടിയാലാകും നിങ്ങൾ തൃപ്തരാകുന്നത്? പലരും ഇപ്പോൾ അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തെക്കാളും ഇരട്ടി ശമ്പളം കിട്ടിയാൽ മാത്രമേ അവർ തൃപ്തരാവുകയുള്ളൂ എന്നുള്ളതായ ഒരു അഭിപ്രായം അവർ പ്രകടിപ്പിക്കാനിടയായി തീർന്നു. അതിനർത്ഥം ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളം അവർക്ക് മതിയാകുന്നതാണ്, സംതൃപ്തിയോട് ജീവിക്കാൻ അവർക്ക് സാധിക്കും. പക്ഷേ അവർ സംതൃപ്തരല്ല, അവർ സെൽഫ് സഫീഷ്യൻ്റ് അല്ല. അവർ അന്യായമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർ കൂടുതൽ ശമ്പളത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമുക്കുണ്ടാകേണ്ടതായ ഒരു പ്രധാനപ്പെട്ട മാതൃക ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ. അതിൻ്റെ അർത്ഥം ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടിരിപ്പാൻ നമ്മൾ പഠിക്കണം എന്നുള്ളത്. ഇനി അടുത്തത്, നമ്മുടെ ജീവിതത്തിൽ താഴ്ചകൾ വരാം. പക്ഷെ അവിടെ നമ്മൾ സെൽഫ് കണ്ടന്റ് ആയിരിക്കണം, അവിടെ നമ്മൾ സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കണം. സമൃദ്ധി വരുമ്പോഴും നമ്മൾ അവിടെ സംതൃപ്തമായിരിക്കണം. അതുപോലെ വിശന്നിരിപ്പാനും സമൃദ്ധി ഇരിപ്പാനും ഒക്കെ നമ്മൾ ശീലിക്കേണ്ടത് ആവശ്യമാണ്. അതിനർത്ഥം ദൈവമക്കൾ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോഡ്ലിനെസ് ആയിരിക്കണം, ദൈവഭക്തി ആയിരിക്കണം എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപങ്ങളെ നമുക്ക് സ്വരൂപിക്കുവാൻ, അതായത് നമ്മുടെ ചിന്തകളെ സ്വർഗത്തിൽ മാത്രമായി നമുക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ വളരെ പ്രധാനമായി ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നോക്കുക, എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വരുത്തേണ്ടതായിട്ടുണ്ട്, രൂപാന്തരം വരുത്തേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ദൈവവചനപ്രകാരം രൂപാന്തരപ്പെടുമ്പോൾ ഈ ഭൂമിയിലുള്ള നമ്മുടെ ശ്രദ്ധ കുറയുകയും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ വർദ്ധിക്കുകയും ചെയ്യുന്നതായ ഒരു ആത്മീയ അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ്? നിങ്ങൾ ഈ ഭൂമിയിലാണ് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾ കേന്ദ്രീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ആത്മീയമായ ക്രമീകരണം ആവശ്യമാണ്. അതിലേക്ക് വരുവാൻ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. അതെ, ഈ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലും നമ്മൾ ദൈവരാജ്യ നിമിത്തം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. വാസ്തവമായിട്ടും കർത്താവിൻ്റെ ആ ശബ്ദം ഞങ്ങൾ കേട്ടുകൊണ്ട്, ദൈവമേ, ഈ ഭൂമിയിലല്ല ഞങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ കേന്ദ്രീകരിക്കേണ്ടത്, ഞങ്ങൾക്കായി ഒരുക്കുന്നതായ സ്വർഗത്തിൽ. അതേ, ഞങ്ങൾ ഈ ഭൂമിയിലെ ചെറിയ ആയുസ്സിൽ ഞങ്ങൾ ജീവിച്ച ശേഷം കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ ചേർക്കപ്പെടുകയോ ഞങ്ങളുടെ മരണത്താൽ ഞങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയോ ചെയ്യുമ്പോൾ മുതൽ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ആത്മീയ നന്മ അനുഭവിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീയമായി കൂട്ടായ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.